ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റീഡിംഗ് ആണ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. യുവർ നെക്സ്റ്റ് 72 hours, നിങ്ങളുടെ അടുത്ത 3 ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ് ലൈക്ക് യു. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപാണ് 24 hours-ഉം 48 hours-ഉം 72 hours ഒക്കെ ചെയ്തിട്ടുള്ളത്, റൈറ്റ്? സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ അടുത്ത 72 hours എന്തൊക്കെ മേജർ ചേഞ്ചസ് ഓർ മേജർ ഇവന്റ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 3 ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഈ 3 ദിവസത്തിനുള്ളിൽ ഓരോ കാര്യം നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ഐ ഓൾസോ വോണ്ട് ടു നോ ഇത് എത്രമാത്രം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി സൈക്കിക് റീഡിംഗ്. സോ നമുക്ക് നോക്കാം. 2 ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ട്, ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2. ഈ 2 ഗ്രൂപ്പിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സൈക്കിക്കലി കണക്ട് ചെയ്യുക, ഓർ ലൈക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഓൾറൈറ്റ്, സോ സെലക്ട് യുവർ കാൻഡിൽ, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, യുവർ നെക്സ്റ്റ് 72 hours. എന്തൊക്കെ മേജർ ഇവന്റ്സ് ആണ് ഈ വരുന്ന 3 ദിവസത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ലെറ്റ്സ് സീ. ഓ മൈ ഗാഡ്, ഇതെന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഓക്കെ, സോ നോട്ട് ബിക്കോസ് ഓഫ് ദി നമ്പർ, നിങ്ങൾക്ക് ഇവിടെ നമ്പർ 7 കാണാൻ സാധിക്കും. ബിക്കോസ് എന്റെ ഫേവറേറ്റ് നമ്പറാണ്, എന്റെ നമ്പറാണ് ലൈക്ക് 7 എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി അതെനിക്ക് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാർഡ്, ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കൂ, എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് അല്ലെ, എത്ര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, എത്ര സ്ട്രോങ് ആയിട്ടുള്ള, എത്ര ലക്ഷ്യത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക്, ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആവുന്നത് അല്ലെ, വേറൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. സോ ഈ വരുന്ന 3 ദിവസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾ ഒരു കാര്യവും ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആണ്. ആൻഡ് അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ആ ഒരു കാര്യം വിൻ ചെയ്യാൻ പോകുന്നതോ ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ 3 ദിവസം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ 3 ദിവസം നിങ്ങൾ അത്ര ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് എന്താണെന്നുണ്ടെങ്കിൽ, അത് ഈവൻ ചെറിയ കാര്യമോ വലിയ കാര്യമോ, നിങ്ങളുടെ ചെറിയ എമോ വലിയ എമോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ 3 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യണം. ബിക്കോസ് ദിസ് ഇസ് ബിയോണ്ട് സക്സസ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു മാറ്റാണ്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഈ 3 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ തന്നെ ഒരു ജേർണി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അത് ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയൊരു ടാസ്കിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സോ ഈ ഒരു 3 ദിവസം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. സി, വിക്ടറി ആൻഡ് സക്സസ്. ഓൾറൈറ്റ്, സോ ഈ 3 ദിവസം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, ജോബ് നോക്കുന്ന ആളുകളാണോ, അഗെയിൻ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോബിനൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 3 ദിവസം നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ജോബ് സെർച്ച് ചെയ്യുക, ഓർ എന്താണെന്നുണ്ടെങ്കിലും, ഓർ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 3 ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി അത് നിങ്ങൾക്കൊരു സ്ട്രോങ് ബേസ് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. സ്പെഷ്യലി നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല, നിങ്ങൾക്കൊരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ. ഈ ഒരു 3 ദിവസം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, പക്ഷെ നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് രാവിലെ എണീക്കാൻ. ഈ 3 ദിവസം നിങ്ങൾ രാവിലെ എണീറ്റ് നോക്കൂ. ആൻഡ് അതിനുശേഷമുള്ള ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് പോകുന്നത് എന്നുള്ളത് നോക്കൂ. ഓക്കെ, റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ബിക്കോസ് ഈ 3 ദിവസം നിങ്ങൾക്ക് അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. Okay, group number 1, your next 72 hours. Okay, റിലേഷൻഷിപ്പിലേക്ക് വരാൻ നമുക്ക്. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ട്, ചില ആളുകളെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള വിഷ്വൽസ് ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില സീനറി ഉണ്ട്, റൈറ്റ്? സോ അത് ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ
നിങ്ങളുടെ എന്തെങ്കിലും മേജർ ഇവന്റ് സംഭവിക്കുന്നുണ്ടായിരിക്കണം റിലേഷൻഷിപ്പിൽ, റൈറ്റ്? ഓർ ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന എന്നുള്ളതല്ല, നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്തോ അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുള്ള വളരെ സ്പെഷ്യൽ മൊമെന്റ്, ഡീപ്പ് കോൺവെർസേഷൻ ആയിരിക്കാം, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള മൊമെന്റും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എടുക്കുന്നുണ്ട്. പ്രോമിസസ് ഉണ്ടാവുന്നുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഈ 3 ദിവസത്തിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേര് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രോമിസ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഓർ ചില ആളുകൾക്ക് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സങ്കടം ഉണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരിക്കണം. പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ച് വിഷമിക്കുകയാണ്, അത് ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണോ ആരെ പറ്റിയിട്ടാണോ വിഷമിച്ചിരിക്കുന്നത് അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓക്കെ, അവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ദൂരെ നിന്നിട്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സൈൻ തരുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഫോർ എക്സാമ്പിൾ, കുറെ കാലമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത സൗഹൃദങ്ങളോ റിലേഷൻഷിപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറെ കാലമായിട്ട് കാണാത്ത ആളുകള് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതോ. ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ആരെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഈവൻ നിങ്ങളുടെ സുഹൃത്തിനെ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുകയാണ് കുറെ വർഷങ്ങളായിട്ട്, പക്ഷെ അവർ പെട്ടെന്ന് കാണുന്ന സമയത്ത് ആ ഒരു ഇമോഷൻസും ആ ഒരു ലൈക്ക് സ്നേഹമൊക്കെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാണ്. അത് ആരുമാവാം. ഓക്കെ, നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ ആയിരിക്കാം, എന്ത് കൈൻഡ് ഓഫ് എന്തും ആയിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി തരാനുള്ള ഒരു റീസൺ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരു ജലസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് യെസ് എനിക്കും അങ്ങനത്തെ ഒരു കാര്യം വേണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇൻസ്പയർഡ് ആവും ഈ 3 ഡേയ്സിനുള്ളിൽ. ആൻഡ് നിങ്ങൾ ശ്രമിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു 3 ഡേയ്സിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയോ ചെയ്യണം, ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ള തോന്നലും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില കാര്യങ്ങൾ അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി ആലോചിച്ച് വലിയ രീതിയിൽ വിഷമിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമാജിനേഷനിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? ചില വിഷമങ്ങൾ ഉള്ള കാര്യമോ ഇല്ലാത്തതോ ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ ചില കാര്യത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ ആലോചിച്ചിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ടിരിക്കും, അല്ലെ? മേ ബി ലൈക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മേ ബി ലൈക്ക് നമ്മൾ വളരെ ഫാന്റസൈസ് ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല റിയാലിറ്റിയിൽ, അല്ലെ? സോ ചില കാര്യങ്ങൾ കാണുന്നത് ഒന്നുകിൽ നിങ്ങൾക്കത് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫാന്റസിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിയാലിറ്റി എന്താന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ, അത് എത്ര നല്ലതാണ്, അല്ലെ? സോ നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി ഒരുപാട് ഫാന്റസൈസ് ചെയ്ത് സമയം കളയുന്നതിനേക്കാളും നല്ലതാണ് അതിന്റെ ഒരു ട്രൂത്ത് നമുക്ക് മനസ്സിലാക്കി നമുക്കതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഇങ്ങനത്തെ കാര്യങ്ങൾ ചില ആളുകൾ, ഓക്കെ, നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് സങ്കടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പ്രോബബ്ലി നിങ്ങളതൊരു തടസ്സമായിട്ടോ നിങ്ങളതൊരു ബുദ്ധിമുട്ടായിട്ട് എടുക്കുന്ന ഒരു കാര്യമായിരിക്കാം, ബട്ട് അല്ല, നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇനീഷ്യലി കണക്ട് ചെയ്ത കാർഡും ഈ ഒരു കാർഡും മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ലൈഫിൽ ഈ ഒരു 3 ദിവസം എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ പോകുന്ന സമയത്തും ഇതാണ് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ. അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നോ അത് ഈ ഒരു കാര്യത്തിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ് അലോങ് വിത്ത് റിലേഷൻഷിപ്പ്.
ഓക്കെ. സോ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അലൈൻഡ് ആയിട്ട് വരുന്നത്? റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു 3 ദിവസത്തിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. സോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം നിങ്ങൾ, എന്തെങ്കിലുമൊക്കെ. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു ഇവന്റിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി റിങ് വാങ്ങിക്കുന്നത് പോലെ, ഓക്കെ, ഓർണമെന്റ്സ് വാങ്ങിക്കുന്നത് പോലെ, കല്യാണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നത് പോലെ, ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് പോലെ, ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇത്ര സമയമായിട്ട് നിങ്ങൾ എങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന അവസരം കൂടി ഈ ഒരു 3 ദിവസത്തിൽ ഉണ്ടാവും. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലത്തെ ചില സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് നിങ്ങൾ എന്താണ് ആലോചിച്ചു കൂട്ടിയിട്ടുള്ളത്, അത് എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് റിയൽ ലൈഫുമായിട്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ചാലഞ്ച് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങളുടെ ഒരു റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങളായിട്ട് ജീവിക്കാൻ തുടങ്ങാണ്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങാണ്. പഠിച്ചു നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു 3 ദിവസം കൊണ്ട് കാര്യങ്ങൾ, 3 ദിവസം കൊണ്ട് പഠിക്കാന്നുള്ളതല്ല, ഇത്ര സമയമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പോയിട്ടുള്ള കാര്യങ്ങൾ ഈ 3 ദിവസത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ഈ 3 ദിവസത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രോബബ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലത്തെ ചില മാറ്റങ്ങളായിരിക്കും. അതായത് അൺഎക്സ്പെക്ടഡ്ലി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിസിറ്റ്, ആരെങ്കിലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആരോ കാണുന്നുണ്ട്. ഓക്കെ, അവർ ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് നിങ്ങൾ കാണുന്നുണ്ട്, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ ഉണ്ടാവുന്നുണ്ട്. ചിലത് തിരിച്ചറിയുന്നതും ആയിരിക്കാം. നമ്മൾ ചില ആളുകൾ തിരിച്ചറിയാന്ന് പറയുന്നത് പോലെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൂടെ കുറെ കാലമായിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷെ അവരായിട്ട് എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ തിരിച്ചറിയുന്നതും ആയിരിക്കാം. ഓക്കെ, പക്ഷെ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ ഈ ഒരു 3 ദിവസം പോകുന്ന സമയത്തും ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഈ 3 ദിവസത്തിന്റെ അവസാനം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു സങ്കടം ഉണ്ടായി, ഇനി അത് എന്ത് ചെയ്യും, ഇതോടുകൂടി ലൈഫ് തീരാണോ, ലൈഫ് എൻഡ് ആക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 3 ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആൻഡ് അവിടെ എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ ലൈഫ് അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു 3 ദിവസം കാണേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഈ 3 ദിവസം നിങ്ങൾക്ക് അത്ര ഒരു സ്ട്രോങ് കൺഫർമേഷൻ ആണ് തരുന്നത് ലൈഫ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം കാണുന്ന സമയത്ത് ഇത് മനസ്സിൽ വെക്കുക. അത് നിങ്ങളെ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ആ ഒരു ഫാന്റസിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് എത്രമാത്രം ഈ 3 ദിവസത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, your next 72 hours. ഇവിടെ അടുത്ത 72 മണിക്കൂർ 3 ദിവസം എങ്ങനെയാണ് നോക്കാം. Let's see, are you ready? Group number 2, your next 72 hours. This is for group number 2. Your next 72 hours. It's actually hidden, okay? So, maybe like നിങ്ങൾ അറിയാൻ ടൈം ആയിട്ടുണ്ടാവില്ല, or ഞാൻ നിങ്ങളുടെ ഒരു സർപ്രൈസ് ആണ് ഈ ഒരു 3 ദിവസത്തെ എന്തൊരു സർപ്രൈസ് ആണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ എന്താണ് ഈ 3 ദിവസത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആൻഡ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. സ്വന്തം കാലിൽ നിൽക്കുക, ജീവിതത്തെ പറ്റി, എസ്പെഷ്യലി ജീവിത ലക്ഷ്യത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാവുകയാണ് 3 ദിവസത്തിനുള്ളിൽ. ഓക്കെ, സി എങ്ങനെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത്. 1 by 1 അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, 6, 7. ഓൾറൈറ്റ്, സോ ഇതുപോലത്തെ ഒരു കാര്യം ലൈഫിനെ പറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. സ്വന്തം കാലിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് ചില ആളുകൾക്ക്. നിങ്ങൾ എസ്പെഷ്യലി മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, ഫൈനാൻഷ്യലിയോ ഓർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അത് ഈവൻ ഇമോഷണലി ആയിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത്.
അതായത് നിങ്ങൾ ഇമോഷണലിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മെന്റലി ഇമോഷണലി ഒക്കെ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ വ്യക്തി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, ഈ ആൾക്കാരില്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് പറ്റില്ല, അവരില്ലാണ്ട് പറ്റില്ല, ആളുകളില്ലാണ്ട് എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകള് നിങ്ങൾ സ്വന്തം കാലിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഈ 3 ഡേയ്സിനുള്ളിൽ. അല്ലെങ്കിൽ ഈ 3 ദിവസം നിങ്ങൾ പഠിപ്പിക്കും എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗ്രൂപ്പ് നമ്പർ 2. ബിക്കോസ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. മറ്റുള്ള ആളുകളെ ഈവൻ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് എല്ലാവർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എല്ലാ സമയത്തും, അല്ലെ? സോ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്നെ എടുത്താലേ ഞാൻ ഇവിടുന്ന് എണീക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. സ്വന്തമായിട്ട് എണീക്കാൻ ശ്രമിക്കണം. അത് ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ, ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ, മെന്റലി, ഫൈനാൻഷ്യലി. ഓക്കെ, സോ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസിയിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സി അതിനുള്ള വഴി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഏഞ്ചൽ ടച്ച് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കൂടെ. ഒരു സ്പിരിറ്റിന്റെ ഒരു സ്പർശനം ഓർ ഒരു ലൈക്ക് ഒരു ഇൻവിസിബിൾ എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് നോട്ടീസ്ഡ്, ഈ റീഡിങ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് മുതലേ എന്റെ പപ്പുവിന്റെ ഒരു രോമം ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ, ഒരു വൈറ്റ് രോമം ഉണ്ടായിരുന്നു, ഹെയർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ദെയർ. സോ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്തത് ബിക്കോസ് ഈ ആളുകൾക്ക്, അതായത് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു ഫെദർ ടച്ച് ഉണ്ടാവുന്നുണ്ട്, ഒരു ലൈക്ക് ഒരു ആരുടെ ഒരു തൂവൽ സ്പർശം എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങളുടെ ഏഞ്ചൽസ് ആയിരിക്കാം, നിങ്ങളുടെ ഗാർഡിയൻസ് ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഓൾറൈറ്റ്, അവര് നിങ്ങളെ, ഓ മൈ ഗോഡ്, നിങ്ങൾ നോട്ടീസ് ചെയ്തോ ഈ ഒരു കാര്യം? ഗ്രൂപ്പ് നമ്പർ 2 ആർക്കെങ്കിലും എനി ഗെസ് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളത്? 6, 7, 8 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഗ്രൂപ്പ് നമ്പർ 2, oh my god, I'm getting goosebumps. See, this is how powerful my spirit. Okay, so I love them. Oh my god, I have no words to explain this. Okay, so ഈ 3 കാർഡ്സ് നിങ്ങൾക്കുള്ള ഗ്രേറ്റ് കൺഫർമേഷൻ ആണ്. ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ്, സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രം എന്നുള്ളതല്ല, പ്രോസ്പെരിറ്റി ആണ്, സമൃദ്ധിയാണ് ഉണ്ടാവുന്നത് അവിടെ. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു രീതിയിലും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒന്നും ഒരാളെ ആശ്രയിക്കാണ്ട് ജീവിക്കാൻ പറ്റാന്നുള്ളത്, അത് ഈ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും. ആൻഡ് അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, മിറാക്കിൾ. ഈ 3 ദിവസം നിങ്ങളുടെ ലൈഫിന്റെ ഏത് ഏരിയ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് മിറാക്കിൾ ആണ്. ഐ ഹാവ് നോ വേർഡ്സ് ടു സേ. ഗ്രൂപ്പ് നമ്പർ 2 ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തിട്ടെ. സി 6, 7, 8, 9 ആൻഡ് 9 എന്താ വന്നോ നോക്കൂ. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്. ഓക്കെ, സോ ഈ ഒരു 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങള് നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് വീഴുന്നുണ്ട്. ഓക്കെ, സോ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചില നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, ഐ ഷുഡ് സേ ദാറ്റ് ഈ 3 ദിവസം നിങ്ങളുടെയാണ്. ഓക്കെ, മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും ലൈഫിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ സേഫ് ആണ്, നിങ്ങൾ വീടില്ല. ഓക്കെ, നിങ്ങൾ എവിടെയും വീടില്ല. ഒരാളുടെ മുന്നിലും ഒരു സിറ്റുവേഷനിലും ഒരു പ്രശ്നത്തിന്റെ മുന്നിലും നിങ്ങൾ വീഴാൻ പോകുന്നില്ല. Such a powerful reading. Group number 2, recognition. നിങ്ങൾ അറിയപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അംഗീകരിക്കുകയാണ്. അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വയം അംഗീകരിക്കുകയാണ്, മറ്റുള്ള ആളുകളെ നിങ്ങൾ അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ ഐഡന്റിറ്റിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ സ്വന്തം കാലം നിൽക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങളെ വന്നിട്ട് തൊടാൻ നിൽക്കില്ല, ഒരാൾ നിങ്ങളെ വന്നിട്ട് വേദനിപ്പിക്കാൻ നിൽക്കില്ല. കരയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കരയിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവും, അല്ലെ? സോ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പുതിയൊരു പേഴ്സണാലിറ്റി ആളുകൾ അക്സെപ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ചേഞ്ചസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കുക. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല ഇതില്ലാണ്ട് അതില്ലാണ്ട് എനിക്ക് പറ്റില്ല ഉണ്ടെങ്കിൽ ലൈഫ് ഇങ്ങനെ. ഡോണ്ട് കംപ്ലൈന്റ് അബൌട്ട് യുവർ ലൈഫ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നിലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാം. ബി ഗ്രേറ്റ്ഫുൾ. ആരെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാവും. ഓക്കെ,
ഡെഫിനറ്റ്ലി ഒന്നിൽ കൂടുതൽ ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ഒരു ഓതന്റിക് സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളെന്ന വ്യക്തിയെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പുകയ്ക്കണം, എന്നാലേ നിങ്ങൾ പുറത്ത് ചാടി പോവുള്ളൂ. സോ അങ്ങനെ പുകയ്ക്കുന്ന മൊമെന്റ് ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾ ചില പ്ലേസിൽ നിങ്ങളുടെ വോയിസ് വരുന്നുണ്ട്. നിങ്ങൾ ഈവൻ ലൈക്ക് ഈ ഒരു 3 ഡേയ്സിനുള്ളിലും നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയാൻ സ്ട്രഗിൾ ചെയ്യും. പക്ഷേ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പഠിക്കുകയാണ്. ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പഠിക്കും. പക്ഷെ 3 ദിവസത്തിൽ നിങ്ങൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ സംസാരിക്കും. അത് സംസാരം മാത്രമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണ്. ഇത്ര കാലമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈ 3 ദിവസത്തിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അതൊന്നും നിങ്ങൾ വശത്താക്കാൻ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഈ 3 ദിവസത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വഴങ്ങുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു കാര്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, റിലേറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, എക്സാം ആയിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, കമോൺ. ഇത്ര കാലമായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3 ദിവസത്തിൽ നിങ്ങൾ ശ്രമിക്കും, പക്ഷെ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. ഈ 3 ദിവസത്തിൽ എന്തെങ്കിലും എക്സാംസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, എക്സാം ഡേറ്റ് ഈ 3 ദിവസത്തിൽ വരുന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് നമ്പർ 2, ഈ മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യു ഗോണ ക്രാക്ക് ഇറ്റ്. ഓക്കെ, അത് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ല, ദിസ് ഇസ് എ ഇൻഫർമേഷൻ ഫോർ യു. എക്സാംസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ഗ്രൂപ്പ് നമ്പർ 2, ത്രോട്ട് ചക്രം. അഗൈൻ നമ്മൾ സംസാരത്തെ പറ്റി ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളെന്ന വ്യക്തിയിൽ ഈ 3 ദിവസത്തിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ യു ആർ ക്ലെൻസിങ് യുവർ സാക്രൽ എനർജി. ഓക്കെ, ഇമോഷണലി ആരിലെങ്കിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതില്ലാണ്ട് പറ്റില്ല, ഈ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല, അതായത് നിങ്ങൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സാക്രൽ എനർജി ഫെയ്ഡ് ആക്കിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, സ്പെഷ്യലി ഇഫ് യു ഗൈസ് ആർ ഓൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, നിങ്ങൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ ആളുകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കാം? ഓക്കെ, നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഇതിൽ കൂടുതൽ പാർട്ട്നേഴ്സിനെ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ ഉള്ള ഒരാളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ, അത് ഒരുപാട് നിങ്ങളുടെ ഒരു സാക്രൽ എനർജി ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ഫെയ്ഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു 3 ദിവസത്തില് നിങ്ങൾക്ക് വേറെ വഴി ഉണ്ടാവുന്നില്ല ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് ചില പ്ലേസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ഓക്കെ, ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. സ്വന്തം കാലിൽ ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ എവിടെ ആശ്രയിച്ച് നിന്നിട്ടുണ്ടോ അവിടെ ഇനി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരും. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാക്രൽ എനർജി അവിടെ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ട്. സോ അതിന്റെ റീസൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുന്നതായിരിക്കാം, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. Okay, group number 2. I really like your reading, group number 2. So, hope you like this video. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന friends. Take care and bye. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits, don't be rigid, always work towards a prime. Surround yourself with open minds, people can change your life. A few friends with intent can help you feel alive. Find a passion, take some action, and with a little time, just be patient, make a statement, try to enjoy your life. They'll try to kick you while you're down, they wanna rise up while you drown.
They wanna fill your head with doubt. They're silently scared that you'll figure it out. I'll make it look like I'm losing, won't bother hiding my bruises. And when they finally think you're wounded, then it's your chance to be ruthless. Then it's your chance to be ruthless. They don't wanna see me make it, they don't wanna see me care. Anytime I make some progress, I can see that they compare. I think everyone's against me, maybe something in the air. Am I paranoid? I swear a void is forming and they're scared. I walk a straight path, not many can say that. I like to play fast, cross me and there's payback. You better pray that I don't see your face at any place that I go. I know you hate that. I've been doing fine, I'm not wasting any more time. I live for the fight and the climb, and I think that the pain that's deep inside is what defines. So I won't give up, I'm gonna make it to the top. I don't care what's in my way, I swear I'm never gonna stop. I could fall flat on my face and I swear I will get back up, cause I don't deserve a thing and the road ahead is tough. They'll try to kick you while you're down, they wanna rise up while you drown. They wanna fill your head with doubt. They're silently scared that you'll figure it out. I'll make it look like I'm losing, won't bother hiding